ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 22 നവംബർ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ എൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മഞ്ഞ് പെയ്തില്ല, ചെറുതായിട്ട് പെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിയിൽ കുറച്ച് കാണുമായിരിക്കും. ഇന്നലെ വൈകിട്ട്, ഇന്നലെ നല്ല മഞ്ഞായിരുന്നു. സോ ഇന്ന് ഞങ്ങളെല്ലാവരും എണീറ്റു. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു വെതർ കിട്ടുന്ന ഡേ ആണെന്നാണ് അറിഞ്ഞത്. സോ അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരത്തെ പുറത്തോട്ട് പോകണം. ഞങ്ങൾ മറ്റേ ഇപ്പോൾ ഇവിടെ സണ്ണ് പുറകെ കാണാം, പക്ഷെ കുറച്ച് കാർമേഘമുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ആ മേഘം അങ്ങോട്ട് പോകും. അപ്പോൾ കുറച്ചുകൂടെ സണ്ണി ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോഴും മൈനസാ, പക്ഷെ നല്ല രസമുണ്ട്. അത് അടിപൊളി ഭംഗിയായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അതുകൊണ്ട് പോയി എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. നമ്മളെവിടെ ലോട്ടബ്രൂണനും പിന്നെ പോണ സ്ഥലം ഏതാ? കിൻഡൽ വേൾഡ് വില്ലേജ്. അങ്ങനെ പിന്നെ വേറെ അത് നമുക്ക് എല്ലായിടത്തും ഇവർ കാറ് കയറ്റത്തുമില്ല. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നതെല്ലാം പോയി കാണണം. ഇന്ന് ഞാൻ അപ്പിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പിട്ട് കഴിഞ്ഞു. റൂമിൽ ഇവിടെ പല്ല് തേക്കാൻ ഞങ്ങൾ പഠിപ്പിക്കുവാണ്. ഇവിടെ ബാത്ത് ടബ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് കിടന്ന് ചെയ്യാം. ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വരുമ്പോൾ രണ്ടുപേരോടെ കിട്ടുന്നു. Open and shut. Meow meow meow. Meow meow meow. Baby soldier is cool. Meow meow meow. Daddy's on the bus, say I love you, I love you, I love you. The daddy's on the bus, say I love you, all through the town. The people on the bus go up and down, up and down, up and down. The people on the bus go up and down. All through the town. This baby's belly button where mommy blows. It's so silly. പെയ്ത ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അടിപൊളിയാണ്. ഇന്ന് വെയിലുണ്ട്, പക്ഷെ ഇന്ന് അത്ര സ്നോ ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിലാണല്ലോ ഇത്രയേ ഉള്ളൂ. സോ ഒത്തിരി ക്ലീനില്ല. ഇന്നലെ ഇതിൻ്റെ മേളിൽ നല്ല തിക്കായിരുന്നു, അതുകൊണ്ട് നല്ല പണിയായിരുന്നു. ഇനിയിപ്പം ഞാൻ ഈ ബ്രഷ് എടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ചെയ്യാം. ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്തിടാം. അങ്ങനെ ഫൈനലി പുറത്തിറങ്ങി. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. സൂര്യൻ കാരണം എല്ലാം നല്ല തിളങ്ങി നിൽപ്പുണ്ട്. ഞങ്ങൾ ഇന്ന് ലോട്ടബ്രൂണനിലേക്കാണ് ആദ്യം പോകുന്നത്. അതൊരു വാലിയാണ്. ആ ഒരു വാലിയിൽ ഐ തിങ്ക് 70+ വാട്ടർഫോൾസ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വാലിയാണ്. സോ അങ്ങോട്ട് പോകുന്ന റൂട്ട് ആണ് ഈ കാണുന്നത്. റോമിക്ക് ഇപ്പം ജർമ്മൻ ഷെപ്പേർഡല്ല, വേറെ ഒരു പട്ടി. റോമിക്ക് ഇപ്പം കാർ സീറ്റ് ഇരിക്കാൻ ഭയങ്കര മടിയാത്ത്. ഇരുത്തുമ്പോഴിപ്പോൾ കരച്ചില്ല. കാരണം അവനിപ്പം അല്ലാതെ ഫ്രീ ആയിട്ട് നടന്ന് ശീലിച്ച കാരണം ചുമ്മാ ഉണ്ടാക്കി കരച്ചിലാണ്. കുറേ ഇരിപ്പുണ്ട് ആള്. ഏകദേശം ഉറങ്ങാൻ ടൈം ആയി അവൻ്റെ.
അവിടെ എത്തി കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതിയായിരുന്നു. നല്ല വെയിലടിച്ചിട്ട് കാണാൻ പറ്റില്ല. കൂളിംഗ് ഗ്ലാസ് എടുക്കണം, അത്രയ്ക്ക് വെയിൽ. ഞാൻ നീ എടുത്തോ കൂളിംഗ് ഗ്ലാസ്? ആ റോമിയുടെ പാട്ട് തുടങ്ങി. അവന്റെ പാട്ട് വെച്ച് കൊടുക്കട്ടെ. Beautiful. വൺ ഓഫ് ദ വാട്ടർഫോൾസ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലം. റൂമിതേ ആക്ച്വലി അവൻ ഉറങ്ങിയതായിരുന്നു. സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴേക്കും അവൻ എണീറ്റ്. സൺഡേ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴാണ് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ കിട്ടുന്നത്. ഇതൊരു സിമിത്തേരിയാ, ഐസി കുളിച്ച് കിടക്കുന്ന സിമിത്തേരി. ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ട് കാണാം. ഇതൊക്കെ ഇപ്പം അടച്ചിട്ടേക്കുവാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പം ഓരോ ക്യാമ്പർ വാനിൽ അല്ല ബ്രേക്ക് ഇട്ടിട്ടില്ല. കയറി പോകാം. അവിടെ വെള്ളച്ചാട്ടം കാണാം, അപ്പുറത്ത് വെയിൽ കാണാം. സൺഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. എല്ലാം മെൽറ്റാവാൻ തുടങ്ങി. എല്ലായിടത്തും തണുപ്പ് കുറഞ്ഞ പോലെ എനിക്ക്. തണുപ്പ് ഇച്ചിരി കുറഞ്ഞു ആക്ച്വലി. ഞാൻ വന്നപ്പോൾ നല്ല കൊടുക്കില്ല. എൻ്റെ ഇപ്പം എനിക്ക് തല അത്ര കുഴപ്പമില്ല. സ്റ്റോ ബാക്ക് ഫോളാണിത്. അവിടെ നിന്ന് വെള്ളം വരുന്നത് കാണാം. അങ്ങനെ കുറേ നടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇനി അടുത്ത ടൗണിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ടൗണിലൂടെയൊക്കെ നടന്നു, വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ലിയോണ ഇപ്പോൾ റോമിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയിപ്പം കയറി അടുത്ത ടൗണിൽ പോകാൻ. ഒരു പാലൊക്കെ കുടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. റോമിച്ച ഓക്കെ അവൻ വാമല്ലേ ഇടി അകത്തൊക്കെ? വാമ ആക്ച്വലി എൻ്റെ കഴുത്തൊക്കെ.
മോണിക്ക പാട്ട് വെച്ചു. പാട്ട് പുറകോട്ട് പോയാൽ മതി. ഇപ്പൊ കട നിന്റെ മോർണിംഗ് ഇപ്പൊ വെക്കാം. അല്ല എന്നാ അതും പോണ അടുത്ത പാട്ട് ഞാൻ എന്റെ ഫേസിലോട്ട് ക്യാമറ വെച്ചിട്ട് നിന്റെ പാട്ട് വെച്ചിട്ടുണ്ട്. ചിരിച്ചിരിക്കുന്നു. എല്ലാ കള്ളനാ. മോണിക്ക ഫാനാ. ഈ പാലത്തിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാമായിരുന്നു. സീരിയസ്ലി അവൻ കരച്ചിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വഴക്കൊക്കെ ഇട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ്. ഹിയർ വി കം. ടൗണിന്റെ പേരാണ് മറ്റൻ. ഞങ്ങൾ അങ്ങനെ ഈ കൂപ്പ് എന്ന് പറഞ്ഞ ഈ കുഞ്ഞ് സൂപ്പർ മാർക്കറ്റ് ടൗണിന്റെ പേര് പറ മറ്റം എന്നാണ് ഈ ടൗണിന്റെ പേര്. മറ്റൻ എന്നല്ല, മാറ്റൻ ബേ ഇന്റർലാക്കൻ ബന്ധമുള്ളതുകൊണ്ട് അല്ല. ഞങ്ങൾ ചെറിയ എനിവേസ് ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് ബാത്ത് സോൾട്ട് മേടിച്ചാൽ കാണിച്ചു തരാം. ഇത് ബാത്ത് ടബിനകത്തിട്ട് കിടക്കണം അല്ലേ റോമി? ഈ അരുവി നോക്കി. ഈ അരുവി 1909 പണിത ഡ്രിങ്കിങ് വാട്ടർ ആണിത്. ഈ സ്വിറ്റ്സർലൻഡ് മൊത്തം ഇങ്ങനത്തെ ഫൗണ്ടൻ പോലെയാണ്. ആക്ച്വലി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ട് ഇത്. മോർണിംഗ് ഓൾ. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഫുൾ ഡേ ഇൻ സൂറിക്ക് എത്തിയത് മോണിക്ക കുട്ടൻ എണീറ്റിട്ടുണ്ട്. അവനെ എടുക്കടി. ഇന്നത്ര മഞ്ഞ് പെയ്തിട്ടില്ല, അതുകൊണ്ട് വലിയ സീനില്ല. സോ വണ്ടി തിരിച്ചിടാം. ഞങ്ങൾ അങ്ങനെ ഒരുങ്ങി കെട്ടി ഇറങ്ങി. ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ഇന്ന് രാത്രി കൂടെ ഉറങ്ങി കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ കറങ്ങി നടക്കും. എന്നിട്ട് സൂറിക്കിലോട്ട് ഡ്രൈവ് ടണലിലോട്ട് കയറി. റോമി ഇന്ന് ഡീസന്റ് ആയിരുന്നു. പെട്ടെന്ന് കേറി 5 മിനിറ്റിനുള്ളിൽ അവൻ ഉറങ്ങി. വഴക്കൊന്നുമില്ല. അതെ, കാർ സീറ്റ് ഇത്ര നാള് ഇരുത്തി ഭയങ്കര വഴക്കായിരുന്നു. ഇതുകൊണ്ടാണ് നാട്ടിൽ പോകുമ്പോഴും ഞങ്ങൾ കാർ സീറ്റ് എടുക്കുന്നത്. കാരണം അല്ലെ ഞങ്ങൾക്ക് തന്നെ ആവും പണി തിരിച്ചു ചെല്ലുമ്പോ. അതെ, പക്ഷെ നമ്മള് ഒരു കാര്യം പഠിച്ചത് ആ വഴക്കിൽ അവനെ കഴിഞ്ഞാലും അവിടെ ഇരുത്തുക. അതെ, അവൻ കരയുന്നെന്ന് പറഞ്ഞുകൊണ്ട് കാർ സീറ്റിൽ നിന്ന് എടുക്കാൻ പോയി കഴിഞ്ഞാ അത് പിന്നെ ശീലമാക്കി ഡബിൾ പണിയാവും. അതുകൊണ്ട് അങ്ങനെ 2 ദിവസം ഇരുത്തിയോണ്ട് അവൻ വീണ്ടും ഇപ്പം അഡ്ജസ്റ്റ്. അതെ, ഇവിടെ ഐസ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വിസിബിലിറ്റി ഉണ്ട്. നാളെ എനിച്ചിട്ട് സ്നോ പെയ്യുന്നു. ട്രെയിൻ പോകുന്നത് കാണാം. അപ്പം നമ്മളിവിടെ ഒരു
SPS റിവറല്ല സോറി ലേക്കിൻ്റെ അടുത്ത് വന്നു. ലിയോണാന് പാല് കൊടുക്കുന്നു വണ്ടിയിൽ. അങ്ങനെ റോമിക്ക് പാലൊക്കെ കൊടുത്ത് കൊണ്ടുവന്നു. റോമിനെ ഞങ്ങൾ പാക്ക് ചെയ്തോടെ കൊണ്ടുവന്ന് റോമിച്ച എങ്ങനെയുണ്ട് റോമി? ഹലോ. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം കൂടി ഇരിക്കാം. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇന്നലത്തെ അത്ര ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങളിവിടെ ഒരു സ്പിയസ് എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് ആണ് പോകുന്നത്. ഇത് വേറൊരു ടൗൺ ആണ്. അതിന് മുമ്പുള്ള വാവ്, ആൾക്കാർ സൈക്കിളൊക്കെ പോകുന്നുണ്ട്. മഞ്ഞെല്ലാം ഒരുക്കി തുടങ്ങി എല്ലായിടത്തും. മേളിൽ ഇപ്പോഴും മഞ്ഞുണ്ട്. താഴത്തേക്ക് ഒരുക്കി. ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഞങ്ങളിവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നു. അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചു. ബർഗറും ചിപ്സും. അതാളും ചീപ്പൊന്നും അല്ല, ഇത്ര എക്സ്പെൻസീവ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവനെ നാപ്പി മേടിക്കണം, പിന്നെ കുറച്ച് വൈപ്സ് മേടിക്കണം. അത് ഞങ്ങൾ ഇനി പോകും. നാളെ ഞങ്ങൾ പാക്ക് ചെയ്ത് പോവല്ലേ, അപ്പം ഡൽഹിയിലും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം മേടിച്ചുകൊണ്ട് വേണം പോകാൻ. സോ അതിനുള്ള പരിപാടിയാണ്. ഈ മീഗ്രോസ്, കൂപ്പ്, ലിഡിൽ, ഓൾഡി ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ഓൾഡിയും കൂടെ, ഇതല്ല എൻട്രൻസ്, ഇതല്ല, ഇത് അല്ല, ലിയോണിക്ക് വഴി മാറിപ്പോയി. ഞങ്ങളിവിടെ വന്ന് ഓൾഡിയും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് നാപ്പി അവിടെ കിട്ടിയില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച കട പൂട്ടിപ്പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കടയും തുറക്കൂല. സോ സ്വിസ് ഓൾഡി എങ്ങനെ ഉണ്ടോ നോക്കി. നമ്മുടെ ഓൾഡിയൊക്കെ പോലെ തന്നെ, പക്ഷെ ഇത്രയും ബേക്കറി ഐറ്റംസ് നമുക്കില്ല. പോണതിന് മുമ്പ് തുണി കുറച്ച് ഉണക്കാനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഇനിയൊരു 34 minutes കൂടി ഉണ്ട്. സോ നമുക്ക് പോയിട്ട് വരാം. ഹോട്ടൽസൊക്കെ ഉണ്ട്. പാർക്കിങ്ങിൻ്റെ കാര്യം അറിയില്ല. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയി. ഒരു പെട്ടി പാക്ക് ചെയ്ത് ഇതിൽ കയറ്റി വണ്ടിയിൽ വെച്ചു. തുണി കുറച്ചെല്ലാം ഞാനിട്ടു. റോമിക്ക് ഫുഡ് കൊടുക്കുന്നു. റോമിനെ കുളിപ്പിച്ചിട്ടാ. റോമിച്ച് നിന്ന് മീൻ ഫുഡാണ്, ഭയങ്കര മണമാണ്. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് നാളെ മോർണിംഗ് ആയി. രാവിലെ പിള്ളേർ സ്കൂളിൽ പോകണുണ്ടോ, വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നൈസ്. റോമിച്ചിനെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്താലോ? ഞങ്ങൾ നേരത്തെ എണീറ്റു. അതെ, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ 3 ഭാഷ പഠിക്കും. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയനും പഠിക്കും. റോമിച്ചിനെ ഞങ്ങൾ ഇവിടെ നിർത്തുക അല്ലേടാ? ഇവിടുത്തെ ആൻറ്റിയുടെ കൂടെ നിർത്താം. ലിവി ആൻറ്റിയുടെ കൂടെ നിർത്തിയ ഇവർക്ക് അവർക്ക് 3 പിള്ളേരുണ്ട്. 3 or 2 ഇന്നലെ 3 പേരവിടെ കളിക്കുന്നുണ്ട്. 3 പിള്ളേർ. അവരുടെ കൂടെ ഇവനെ അങ്ങ് ഏൽപ്പിച്ചിട്ട് പോവാം. റോബിക്ക് ടെൻഷനായി വിട്ട. ഞാനിവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് വരാം. വീണ്ടും മീഗ്രോസിൽ വന്നേക്ക് പയ്യൻ നാപ്പിയും ഇതെല്ലാം. ഇതുപോലത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് വന്നായിരുന്നു. സൂറത്ത് സിറ്റിയിൽ അത്രയും ഹോട്ട് ഫുഡൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഗുഡ് ഇനഫ്. ഇവിടെ കുടിച്ചിഷ്ടപ്പെട്ട ഒരു നല്ല ടീ ആയിരുന്നു. ഇവരുടെ പ്ലം ടീ അതൊരെണ്ണം മേടിച്ചു. ഇവിടെ മാത്രമല്ല, ലണ്ടനിൽ വെച്ച് നമുക്ക് റാസ്കല് കിട്ടിയായിരുന്നു. ഇവിടെ സൈസ് 3 വലിയ ബാക്കേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം. അത് നമ്മൾ ആക്ച്വലി ന്യൂസിലാൻഡിൽ ഡിസൈൻ ചെയ്ത് ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവിടെ കണ്ടോ, ഡബിൾ വില ഓൾമോസ്റ്റ് നമ്മൾ കൊടുക്കണം സെയിം സാധനത്തിന്.
ഓസ്ട്രേലിയനേക്കാളും. എല്ലാ സാധനവും അതുപോലെ തന്നെയാണ്. റോമിയുടെ ഇപ്പോഴത്തെ വിനോദമാണ് ഡിഷ് വാഷറെ പിടിച്ചാണ്ട് ആദ്യത്തെ കയറാൻ പോകുന്നു. ആദ്യത്തെ കയറി വീഴും. എന്തെങ്കിലും റോളിങ് സാധനം കണ്ട റോമിക്ക് ഇരിക്കപ്രതി ഉണ്ട്, അത് പിടിച്ച് വലിച്ച് പറിച്ചുകൊണ്ടിരിക്കണം. ഗായ്സ്, ഇന്ന് ചെക്കൗട്ട് ഡേ ആണ്. ഇന്ന് ഞാൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് 2ാമത്തെ ഫ്ലോറിലാണ്. ഈ സ്റ്റെപ്പ് കയറി വരണം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഉണ്ട്. ഇതാണ് ഡോറ്. ഇതിനകത്താണ് അവർ കീ വെക്കുന്നത്. അപ്പം നമുക്ക് തുറന്ന് കയറാം. റൂം ഇതേണ്ട ഇവിടെ വാതൊക്കെ തന്നെ നിൽപ്പുണ്ട്. അത് ആക്ച്വലി ബാത്റൂമാണ്. ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ബെഡ്. ഇവിടെ ഒരു ഇതുപോലെയുണ്ട്, കബേർഡ് പോലെ, ഓപ്പൺ കബേർഡ്. മേളിലുണ്ട് 2 ഷെൽഫുണ്ട്. അപ്പം ഇങ്ങനെ ആണ് ഇതിൻ്റെ റൂഫിൻ്റെ മേളിലുള്ള ഇതാണ്. ഇതൊരു ഹീറ്റർ. കയറി ഇവിടെയാണ് കോട്ട്സൊക്കെ ഞങ്ങൾ ഹാങ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഡോർ. കയറി വരുമ്പോൾ തന്നെ ഇതാണ് ടോയ്ലറ്റ്. ഒരു ബാത്ത് ടബ് ഉണ്ട്. ഇതാണ് ഷവർ. ഇത് ടവൽ ഡ്രയർ സാധനം. വലിയ ബാത്ത് ടബ്. ഇവിടെ മേളിലൊരു ജനൽ. അലൻ സ്ഥിരം ഇതിനകത്തിരുന്ന് എല്ലാ ദിവസവും നിറച്ചിരുന്ന് സ്പാ പോലെയായിരുന്നു. കക്കൂസ്. ഇത് ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ഈ ഡോർ ഇങ്ങനെ സ്ലൈഡിങ് ആണ്. റൂമിൽ ഫുൾ ടൈം ഇത് ഒന്ന് തുറക്കലാണ് പണി. ഇതിന് ലോക്കില്ല. എൻ്റെ ദൈവം, എത്ര ഒബ്സസ്ഡ് ആണിത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു തട്ട് പോലെ ഉണ്ട്. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. ഇവിടെ ഒരു ലിവിങ് റൂം. ടി വി, ഞങ്ങളുടെ സെയിം ടി വി, ഫ്രെയിം ടി വി. അവന് വേണ്ടി ഒരു കോട്ടും ഇതും ഹൈ ചെയറും ഉണ്ട്. പക്ഷെ കോട്ടിലല്ല ഇവൻ കിടക്കുന്നത്. ജസ്റ്റ് ഞങ്ങൾ പ്ലേ പെൻ അവനെ കളിപ്പിക്കാൻ ഇടാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ. ഒരു ഡൈനിങ് ടേബിൾ. ഇതാണ് കിച്ചൺ. മൈക്രോവേവ്, ഇത് ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. ഈ വ്യൂ ആണ് ഫേമസ് വ്യൂ. ബ്യൂട്ടിഫുൾ. അതെ, ഇതാണ്. നല്ല രസമുണ്ട് കാണാൻ. കോഫി മെഷീൻ, അങ്ങനെ ഇത് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ സൈനിങ് ഓഫ് ഫ്രം സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ്. ഇനി ഞങ്ങള് ഡൽഹിയിലോട്ടാണ്, ഒമാൻ വഴി. ജസ്റ്റ് ഒന്ന്, കാരണം വൈകിട്ട് 5:30 ഞങ്ങളുടെ കാർ ഡ്രോപ്പ് ഓഫ്. എന്നാ വിട്ടാലോ? 10 മണിയാ ചെക്കൗട്ട്. ഓക്കെ, അപ്പം ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യുവാണ്. ബൈ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഓടിച്ച് വന്നു. ഇനി പെട്രോൾ അടിക്കാം. ഈ വണ്ടിയിൽ കുറച്ച് പെട്രോൾ അടിക്കട്ടെ. തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഷെല്ലിലാണ് എത്തിയേക്കുന്നത്. ഇവരുടെ പെട്രോൾ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. E5 ആണ് അടിച്ചത്. അല്ല, E5 അല്ല, സോറി, 95 അടിച്ചത്. ഞാൻ കോഫി മേടിച്ചു. റോമിച്ചൻ എണീറ്റു. റോമിച്ചൻ ഇവിടെ പാൽ കുടിച്ചോണ്ടിരിക്കുക. കഴിച്ചു. അല്ല, ഹാപ്പി ആയോ? പോവല്ലേ നമ്മൾ? കുറെ ഉണ്ട്. സ്വിറ്റ്സർലൻഡിലെ ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ട് മോൺട്രൂവിലേക്ക് പോവുകയാണ്. മോൺട്രൂവിലാണ് ലേക്ക് ജനീവ ഉള്ളത്. ഞങ്ങൾ ഇന്ന് ലേക്ക് ജനീവയിൽ. അതുമെല്ലാം മഴയുണ്ട്. മഴ മാറിയാൽ നല്ലതായിരിക്കും. അറിയില്ല. റോമിയുടെ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിരിക്കുന്നു. അങ്ങോട്ട് നോക്കൂ, ഗ്രാമങ്ങൾ കാണാൻ നല്ല റോമിയുടെ പാട്ട്. ഓക്കെ, ബൈ. റോമിയുടെ പാട്ടും കൂത്തും. റോമിയുടെ റേച്ചൽ ചേച്ചിനെ റോമി കേൾക്കേണ്ടി വന്നു. അവസാനം വേറെ പാട്ടൊക്കെ റോമിക്ക് മടുത്തു. ഞങ്ങളങ്ങനെ മോൺട്രൂ ആയ സൗന്ദര്യം നിറഞ്ഞ ടൗണിലെത്തി. എനിക്ക് ഭയങ്കര സൗന്ദര്യമായിട്ടൊന്നും തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് സെയിം ആയിട്ടാ തോന്നുന്നു. എല്ലാം ഒരുപോലെ അല്ലേ? എനിക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ഓസ്ട്രേലിയ. ഈ ഏരിയ പിക്ചർ ഓസ്ട്രേലിയ പോലെയാണ്. ഇതാണ് ലേക്ക് ജനീവ. അവിടെ ദൂരെ ഒരു കാസ്റ്റിൽ കണ്ടോ? ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിന്റെ ഷില്ലിയൻ കാസ്റ്റിൽ എന്നാണ് അതിന് പറയുന്നത്. ഞങ്ങള് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം റോമിയുടെ ഉണക്ക ഇതിന്റെ ഇതാണ്. മിസ് റേച്ചൽ.
മഴ ആയതുകൊണ്ട് വിസിബിലിറ്റി വളരെ കുറവാണ്. ഇവിടെ ദൂരെ മലനിരകൾ കാണാം. ഇവിടെ ഒരു കാസലുണ്ട്. മേളിലൂടെ ഒരു റോഡുണ്ട്. ട്രെയിൻ ഇതിലേക്ക് കൂടെ പോകും. സോ കാസിൽ അങ്ങോട്ടാണ്. റോമിക്ക് ലിയോണ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റോമിച്ചനെ ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ ചിരിക്കുന്നവൻ. ഹലോ. ലേക്ക് ജനീവയുടെ തീരത്തൂടെ ഞങ്ങൾ യാത്രയാകുകയാണ്. ബേണിലോട്ട് ഒരു മോളിൽ പോവുകയാണ്. ബെഡോ ഇവിടെ ഒരു പിയർ ഉണ്ടായിരുന്നല്ലോ. വേണ്ട, ഇറങ്ങാൻ വയ്യ. ഇനി മഴ ചെറിയ ചാറ്റൽ മഴയുണ്ട്. 7 ഡിഗ്രി ആണ്. 7 ഡിഗ്രീസ്. ഇത് ഇന്നത്ര വലിയ തണുപ്പില്ല. അങ്ങനെ ഞങ്ങളുടെ 1:15 ഞങ്ങൾ അതൊക്കെ ഞങ്ങളുടെ യാത്ര പരിസമാപ്തിച്ചുകൊണ്ടിരിക്കുക. Hot potato, hot potato, potato, hot potato, potato, hot potato, potato, hot potato, hot potato, hot potato, ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുത്തെ ഒരു മോളിൽ വരാൻ പോവാ. ആ പുറത്ത് ഫുഡ് വാങ്ങിച്ചു. കബാബ്. റോമിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത റോമി ഇതാവും. അങ്ങനെ ഞങ്ങൾ കാറ് കൊടുത്തു. ഇനി ഡിപ്പാച്ചർ ഗേറ്റിലേക്ക് പോവാണ്. അതിന് പോയി നമുക്ക് WY154. ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഡ്രൈവ് ചെയ്യാനൊക്കെ ഇച്ചിരി ദൂരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങ് കറങ്ങാൻ പോയതുകൊണ്ട് മഴയും പെയ്തു, വിസിബിലിറ്റി കുറവാണ്, പാടായിരുന്നു. പക്ഷേ എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് ഇപ്പോൾ ഡിലേ ആണെന്ന് പറഞ്ഞു, 2 hours. സോ ഞങ്ങൾ താമസിച്ചത് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഇപ്പം ടോയ്ലറ്റിൽ പോയി. ഇനി ഞങ്ങൾ പോയി ചെക്ക് ഇൻ ചെയ്ത് ബാഗിൽ കയറ്റി